അപ്പോൾ ആ ബ്രേക്ക് എടുത്ത് താഴിട്ട് പൂട്ടിയിരിക്കുന്ന സെന്റർ ഒന്ന് തുറക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ കാഴ്ച പങ്കുവച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. വഴിയരികിൽ മാലിന്യം വലിച്ചെറിയരുതെന്ന് എത്ര ബോധവൽക്കരിച്ചാലും ചില ആളുകൾ അതൊന്നും മൈൻഡാക്കാറില്ല. ആരും കാണുന്നില്ല എന്ന് ഉറപ്പായാൽ വഴിയരികിൽ മാലിന്യം തള്ളുന്നവർ ഇന്നും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നാൽ ശീലം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അവർക്ക് പിഴ നൽകി ശീലം മാറ്റിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇതുപോലുള്ള ധാരാളം ബോർഡുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്. ചിലയിടങ്ങളിൽ ഈ പ്രദേശം CCTV നിരീക്ഷണത്തിലാണെന്നും എഴുതി വയ്ക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഗവനിക്കാതെ ചില ബിരുദന്മാർ വന്ന് മാലിന്യം തള്ളാറുമുണ്ട്. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സ്കൂട്ടറിലെത്തി മാലിന്യം തള്ളിയ ഒരാൾക്ക് 8ന്റെ പണിയാണ് കൊടുത്തത്. വീട്ടിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കിലാക്കി സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുവന്ന് മറ്റൊരാളുടെ ഗേറ്റിന്റെ മുൻപിൽ തള്ളിയ വിരുദ്ധനാണ് പണി കിട്ടിയത്. മുകളിലിരുന്ന CCTVയിൽ വണ്ടിയുടെ നമ്പർ സഹിതം എല്ലാം കൃത്യമായി പതിഞ്ഞു. 10,000 രൂപയാണ് പിഴ അടയ്ക്കേണ്ടി വന്നത്. മാലിന്യം തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയും ചെയ്തു. CCTV മാത്രമല്ല, 24 മണിക്കൂറും നഗരത്തിലൂടെ ഓടുന്ന ചീറ്റയും മാലിന്യം വലിച്ചെറിയുന്നവർക്ക് പണി കൊടുക്കും. ചീറ്റ സ്ക്വാഡിന്റെ പരിശോധനകൾ നമ്മൾ 1600ഓളം പരിശോധനകൾ നടത്തി. ആളുകൾ പൊതു ഇടങ്ങളിൽ വേസ്റ്റ് തള്ളിപ്പോകുന്ന ഒരു പ്രവണത പല ആളുകൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഒരു ഗാർബേജ് വൾണറബിൾ പോയിന്റ്, ഈ ഒരു സ്ഥലം വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് മാലിന്യം നിക്ഷേപിക്കേണ്ട ഒരു സ്ഥലമായിട്ട് മാറുക ചെയ്യുന്നത്. അവിടെ ആളുകൾ കൊണ്ടൊന്ന് വേസ്റ്റ് തള്ളി രക്ഷപ്പെടുക ചെയ്യുന്നു. ആളുകളിൽ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, ഒരു സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല. നമ്മുടെ ശീലങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള സിംഗിൾ വാട്സാപ്പ് നമ്പർ 9446700800 അതിലാർക്കും പരാതികൾ കൊടുക്കാം. വാട്സാപ്പിൽ തെളിവ് സഹിതം അതിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് കൺസേൺഡ് ആയിട്ടുള്ള ലോക്കൽ ബോഡിയിലേക്ക് ചെല്ലും. മാലിന്യങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും കോർപ്പറേഷൻ തന്നെ നിരവധി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും അതൊന്നും ശീലമാക്കാത്തവർക്ക് പിഴ മാത്രമല്ല പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരും. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.